നമസ്കാരം, നമസ്തേ, അസ്സാം വലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാസിറാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നത് കാണാം, കേൾക്കാം, അറിയാം. നീണ്ട 35-37 വർഷത്തെ നീണ്ട ഒരു എക്സ്പീരിയൻസോടുകൂടി ഈ ഉദ്യമം തുടങ്ങിയ ഒരു വ്യക്തിയാണ് വർഗീസ് VC. അദ്ദേഹം നമ്മളെയൊക്കെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടാനുമായിട്ട് നമ്മളോടൊപ്പം ഇന്നത്തെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. വർഗീസ് VC അല്ലേ? അതെ. പെരുമ്പാവൂരിൽ നിന്നാണ്. അതെ, പെരുമ്പാവൂരാണ് സ്വദേശം. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂസഫ് ടെക്നിക്കൽസ് അല്ലേ? യൂസഫ് ടെക്നിക്കൽ സർവീസസ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എന്തെല്ലാം തരത്തിലുള്ള ഒരു സർവീസസാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഞങ്ങളിവിടെ മെയിനായിട്ട് ഓയിൽ റിഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ബാസ്ക്കറ്റ്സ്, അത് പല ടൈപ്പുള്ള സർവീസസ്, പിന്നെ അതുപോലെ അവരുടെ കുറേ എക്യുപ്മെൻറ്റ്സ് റിപ്പയർ, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓയിൽ ഫീൽഡാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഓയിൽ ഫീൽഡാണ് ശരിക്കും ഒരു വലിയ ഒരു ടീം തന്നെയാണ് ഇതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ സെക്ഷനും ഉണ്ട്. സ്റ്റീൽ ഫാബ്രിക്കേഷനാണ് മെയിനായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്യുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ പിന്നെ ഓയിൽ ഫീൽഡ് സപ്ലൈസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പെയിൻറ്റിങ്, ബ്ലാസ്റ്റിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. പിന്നെ QKC എൻജിനീയേഴ്സ് എല്ലാം ഉണ്ട്. പെരുമ്പാവൂരിൽ നിന്നും നമുക്ക് തുടങ്ങിയാണ് ആയിരുന്നു. പെരുമ്പാവൂരിൽ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെടുമ്പാശ്ശേരി വഴി അല്ലേ? അല്ല, നെടുമ്പാശ്ശേരി വഴിയാണെന്ന് എനിക്ക് അല്ല, അന്ന് കൊച്ചിയിലാണ് വിമാനം. അന്ന് ട്രെയിനിലാണ് ഞാൻ ബോംബെക്ക് വന്നത്. ഞാൻ ബോംബെയിൽ ഏകദേശം ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. 4 വർഷം. അതെ. അവിടെ ജോലി ചെയ്തു. ഞാൻ അന്ത്യയിൽ അവിടെ ഒരു കമ്പനിയിൽ 1-2 കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു. എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ് എല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം ടെക്നീഷ്യനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ പല രീതിയിലുള്ള ഇത് വന്നു. അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഞാനൊരു മാനേജറായിട്ട് പിന്നെ പ്രൊമോട്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിങ്ങനെ ഒരു പ്രസ്ഥാനം സ്വന്തമായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹം വെച്ചു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിനിടയ്ക്ക് ദുബായിൽ പോയി. അല്ല, അത് അതിന് ശേഷമാണ് ഇപ്പോഴാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ജോലി ചെയ്തു. ഇവിടെ ഞാൻ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ വേറൊരു ബിസിനസ് ഓണായിട്ട് ബഹറിൽ സ്റ്റാർട്ട് ചെയ്തു. ബഹറിലുണ്ട്. അവിടെ അല്ലല്ല, അവിടെ എല്ലാം ഡിഫറെന്റ് ബിസിനസ്സാണ്. അവിടെ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ചാന്ദിനി ജ്വല്ലറി. അത് 2 വാക്യം പാർട്ണറായിട്ട് വെച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നു. ആ ജ്വല്ലറിയിലേക്ക് ഇങ്ങനെ കടന്നു ജ്വല്ലറി കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അതിനകത്ത് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ. അപ്പൊ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ കൂടിയതാണ്. ശരി, അവരോടൊപ്പം കൂടി ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ബിസിനസ് ആയിരുന്നു അല്ലേ? അതെ. കാരണം അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് അവർ പറഞ്ഞപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആരൊക്കെയാണ് അവരൊരാള് തോമസ് എന്ന് പറഞ്ഞ പാലായിലുള്ള ആളാണ്. ഒരാള് അബ്ദുൽ സത്താർ മാംഗ്ലൂരുകാരനാണ്. അപ്പൊ ഈ ജ്വല്ലറി ബിസിനസ് നന്നായിട്ട് പോകുന്നു. ചാന്ദിനി സോഫാർ ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനും നമ്മൾ ലാഭം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. കുറച്ച് പേര് അവർ ജോലി ചെയ്യുന്നു. അവരുടെ ഫാമിലി, അവരുടെ പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ആ ഒരു കുടുംബത്തിന്റെ ഒരു ബാന്ധവും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു അടുപ്പം ഉണ്ടാവും കുടുംബമായിട്ട്. ആ ഒരു ബന്ധം ഇവിടെ ആണെങ്കിലും ഞങ്ങൾ 10-40 പേരുണ്ട് ഇവിടെ. ഞങ്ങള് അങ്ങനെ ഒരു കുടുംബമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷമാണ് ദുബായിൽ ഇപ്പൊ ഞാനവിടെ ഇപ്പോൾ 5-6 വർഷമായിട്ട് ദുബായിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ സൗദി എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര വിളവുള്ള ഒരു മണ്ണാണ്. നമുക്ക് പലതരത്തിലുള്ള സൗദി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ നല്ല ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഉള്ള എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യൻ ഒരു ഫാമിലിയിൽ നിന്ന ആളാണെങ്കിലും ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഭാഷ പറഞ്ഞ ബർക്കത്തുള്ളതാണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ചെലവുകൾ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ അത് നമ്മൾ അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഗ്രോ. കാരണം അതെന്താണ് പറയുന്നത്, ഒരു ഐശ്വര്യമുള്ള പൈസ. അതാണ് ഞാൻ മനസ്സിലായി. നന്മ ഉണ്ടാവുമായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ നമ്മുടെ രീതികൾ നമ്മൾ നോക്കണം. നമ്മുടെ ശരിക്കുള്ള ഗ്രോത്ത് ഇവിടെ തന്നെയാണ് ആദ്യം. തീർച്ചയായിട്ടും ഈ പ്രവാസി ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പ്. അതെ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ലെവൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് ആരോടൊക്കെയാണ് സ്മരണകളുള്ളത്? ശരിക്കും സ്മരണകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇവിടുത്തെ ഉള്ള നാഷണാലിറ്റി ഉള്ള ആൾക്കാരോട് ഒത്തിരി സ്മരണയുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ഞാൻ എൻ്റെ പ്രതിത്തോടെ എടുത്ത് ചേർത്ത് അവരെന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് 1987 മുതലുള്ള കണക്ഷനുണ്ട്. അപ്പോൾ ആ കണക്ഷൻ ഇപ്പോഴും ഞാൻ കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അവർ പലരും റിട്ടയർഡായി, പലരും നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. അവരിപ്പോഴും എന്നെ വിളിക്കും, നീ ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അതൊരു വലിയൊരു ബന്ധമാണ്, അതൊരു വലിയൊരു ബാന്ധവുമാണ്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരു അഹമ്മദ് താബിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതുപോലെ ഇബ്രാഹിം, അങ്ങനെ കുറേ ഒത്തിരി പേരുണ്ട്. യൂസഫ് അൽ കോയിച്ചി, ഇങ്ങനെ അവരൊക്കെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നമ്മുടെ ഹൃദയത്തോട് അടുത്ത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ നമ്മുടെ രീതിയിലുള്ള തീർച്ചയായിട്ടും. മലയാളീസ് ഒത്തിരി പേരുണ്ട്, മലയാളീസായിട്ടുണ്ട് ആൾക്കാരുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനികളുണ്ട്. അത് നമുക്ക് എല്ലാം ഇവിടെ. ഈവൻ സൗത്ത് ആഫ്രിക്കൻസ്, എനിക്ക് നല്ലൊരു കൂട്ടുകെട്ട് മുമ്പ് സൗത്ത് ആഫ്രിക്കൻസ് ആയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇവിടുന്ന് വിട്ടുപോയി. കുറച്ച് പേര് ഇപ്പോൾ ദുബായിലൊക്കെ ഉണ്ട്. അവരിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 37 വർഷത്തിനടുത്തായില്ലേ? 37, ഇപ്പോൾ ജനുവരി ആകുമ്പോൾ 37 വർഷവും. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്? മാതാവും പിതാവും മരിച്ചുപോയി. മക്കളെത്ര പേരാണെന്നില്ല? ശരിക്കും ഞങ്ങൾ 3 പേരായിരുന്നു. ഞാനും 2 സഹോദരിമാരും. ഒരാൾ മരിച്ചുപോയി, എന്നെക്കാളുള്ള. ഞാനാണ് മൂത്ത്. ഒരാൾ മരിച്ചു, ഒരാളുണ്ട്. അവർ പോത്താനേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. പിന്നെ വൈഫ് എലിസബത്ത്, മോള് സ്നേഹ. എലിസബത്ത് പുള്ളിക്കാരി ആരാംകോയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദി അരാംകോയിൽ ട്യൂട്ടറായിട്ട്, നഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. മകള് ഇപ്പൊ +2 പഠിക്കുന്നത്. അവള് സ്നേഹ അല്ല, അവള് 10 വരെ ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അവള് ഡൂൺസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവള് നാട്ടില് മേരിഗിരി എന്ന് പറഞ്ഞ കൂത്താട്ടോടത്ത് ഒരു കോളേജിലാണ് സ്കൂളിലാണ്, അവിടെ ഹോസ്റ്റലിൽ പഠിക്കണം. ഇപ്പം +2 ഇപ്പൊ എക്സാം ആണ് വരുന്നുണ്ട്. അത് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ശിവാണ് മൂവ് ഓൺ എന്നുള്ള കാഴ്ചപ്പാട്. എന്താണ് ഇപ്പം ഫ്യൂച്ചറിൽ പുള്ളിക്കാരത്തിയുടെ പുള്ളിക്കാരത്തി പറയുന്നത് ഡോക്ടർ ആവണം, MBBS എടുക്കണമെന്നൊക്കെയാണ് പറയണത്. ലെറ്റ് us hope. ഒരു ജോബിൻ്റെ ഇടയിൽ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ ഞാൻ പലയിടത്തും അങ്ങനെ അറിഞ്ഞു. 15ഓളം പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും അതിനൊക്കെ ഉള്ള സഹായ സഹകരണങ്ങളും ഒക്കെ പല അസോസിയേഷനുമായിട്ട് ക്ലബ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതെ. നമ്മൾ മറ്റുള്ളവർക്കൊരു നിമിത്തമാകാം. നമുക്കുണ്ടാകുന്ന ലാഭങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന ആ ഒരു ലാഭത്തിന്റെ ഒരു വീതം. ഇപ്പൊ ചിലർ പറയും സദക്ക, അല്ലെങ്കിൽ എന്താ പറയുക സക്കാത്ത്. സദക്ക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കാം, അതാണ് സദക്ക. സദക്ക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 2% ലാഭത്തിന്റെ 2.5% ലാഭം നമ്മൾ കൊടുക്കും. നമുക്ക് കണക്കില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിൽ പോക്കറ്റ് നമ്മൾ 2.5% അത് ഇവിടെ ഇപ്പൊ കമ്പനിയുടെ വയസ്സ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്, അത് അവർ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്ക് സദക്ക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു ദശാംശം, ഞങ്ങളുടെ പള്ളികളിലൊക്കെ ദശാംശം കൊടുക്കാൻ മതി. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കീഴ്വഴക്കമല്ല. അപ്പൊ നമ്മളൊരു നിമിത്തമാകാൻ പറ്റുള്ളൂ മറ്റുള്ള. കാരണം ആരെങ്കിലും ഇപ്പൊ നമ്മൾ ആരോ പറഞ്ഞ കാര്യം കേട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിന്നാമിനിങ്ങിനെ എവിടെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്? ഇരുട്ടത്താണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അപ്പൊ ഈ ഇരുട്ടത്ത്, നല്ല കൂരിരുട്ടത്താണ് നമുക്ക് മിന്നാമിനെ കാണാം. പല നമുക്ക് മിന്നാമിനെ കാണാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം എവിടെയാ? ഇരുട്ടത്ത് ഇരിക്കുന്ന ആ കഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മളൊരു മിന്നാമിനായിട്ട് പോയാൽ മതി. ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ എന്തൊക്കെ ഫ്യൂച്ചർ വിഷൻ കാണുന്നു? ഇവിടെ ഇപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേപ്പാളിൽ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് വിസ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ വിസയുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരോടെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. കാരണം സൗദി അറേബ്യയിൽ കുറച്ചുകൂടെ ബൂമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ എന്നാൽ നമ്മുടെ ആ ഒരു ലെവലിൽ നമ്മൾ മാറിപ്പോകുന്നില്ല, ഓയിൽ ഫീൽഡിലെ ലെവലിൽ നിന്ന് മാറിപ്പോകുന്നില്ല.
അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുബായിൽ ഇറ്റ്സ് ഓൾറെഡി അവിടെ അത് എങ്ങനെ സെറ്റാണ്, അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എവിടെയാണ്? അൽക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽക്കൂസിലാണ്. ഈ രാജഭരണം അനുഭവിക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ ജനാധിപത്യം മറ്റേ ഈ ഒരു രാജ്യത്തിൻ്റെ ഭരണരീതികൾ എന്താണ്, അതിനോട് യോജിപ്പ് ഏതായാലും? ചില സമയത്ത് ഞങ്ങൾ ആലോചിക്കുന്ന അവിടെ രാജഭരണം വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരെ സെലക്ട് ചെയ്യും? അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർ ആരും സെലക്ട് ചെയ്ത് രാജാവ് തന്നെ വരട്ടെ, രാജാവ് അതിനുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരാൾ വരട്ടെ. ഇപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ആ രാജവംശത്തിൽ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ രാജാവാക്കട്ടെ, അങ്ങനെ ഭരിക്കട്ടെ. നേരത്തെ ഭരിച്ചിരുന്ന ഒരു കാരണം ഇപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ഇത്രയും സ്വത്ത് അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരാണ്? അവര് നശിപ്പിച്ചില്ലല്ലോ. ഇല്ല. ഇപ്പോഴുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? അതെങ്ങനെ നശിപ്പിക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതാണ് വ്യത്യാസങ്ങൾ. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ആവും. കാരണം ഞാനും നിങ്ങൾ അടങ്ങുന്ന മലയാളി എന്ന് പറഞ്ഞ സമൂഹം നമ്മൾ നന്നാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ചിന്തകൾ, നല്ല രീതിയിലുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ, അടുത്ത് വരുന്ന തലമുറ അത് നമ്മൾ നശിപ്പിക്കുക. അതിനുള്ള ചാൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പം ഇവിടെ ആസ് ഇറ്റ് ഈസ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഏതൊരു ബിസിനസ്സിനും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മണ്ണാണ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് കഴിവ്? നമ്മൾ പല രീതിയിലുള്ള സംഘടനകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള. ഇപ്പം ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒരു അംഗം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംഘടനകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ പ്രവാസിയുടെ സംഘടന, അങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങളെ ചർച്ചിൻ്റെ പേര് അങ്ങനെ എല്ലാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എൻ്റെ പുറകെ വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് നമ്മളൊരു സംഘടന കൊണ്ടാകുന്നത്. എനിക്ക് കസേരയല്ല, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ കസേരയേക്കാൾ അപ്പുറത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ വരുന്ന എൻ്റെ പിന്നാലെ വരുന്നവൻ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് വരുന്നവന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന ഞാൻ നിൽക്കുന്നതുകൊണ്ട് അത് ഭയങ്കര എനിക്ക് ഇതാണ്. കാരണം 165 രാജ്യങ്ങളിലൊന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രചോദനമാണ് തരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ തന്നെ നമ്മളൊരു പുതിയ ആൾ വരികയാണെങ്കിൽ, ബിസിനസ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾ വളരെ ആലോചിച്ച് നിങ്ങൾ റെഡി ആയിട്ട് വരിക. ഇവിടെ അതിനുള്ള ഏജൻസികളുണ്ട്. നിങ്ങൾ എല്ലാ രീതിയിലും ഇവിടെ നമ്മുടെ മലയാളീസ് ഉണ്ട്, അവർ നിങ്ങൾ എല്ലാ രീതിയിലും സഹായിച്ചു. ഇപ്പൊ ഈ വേൾഡ് മലയാളീസ് ഫെഡറേഷന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇരിപ്പുണ്ടോ? ഞാനിപ്പോ സൗദി നാഷണൽ ട്രഷറാണ്. സൗദി നാഷണൽ ഇവിടെ ഞങ്ങൾക്ക് സൗദിയുടെ മൊത്തത്തിന്റെ ട്രഷറാണ് ഞാൻ. എത്ര നാളായി? ഇപ്പൊ ഈ ഞങ്ങൾ രണ്ടു കൊല്ലം മാറും. ഇപ്പൊ ഈ ജനുവരി ആകുമ്പോൾ ഞങ്ങൾ മാറും. അടുത്ത തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ പ്രസിഡന്റ് ആരാണ്? ഈ ഇതിന്റെ ജാഫർ ചിറ്റാലി എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ പ്രസിഡന്റ്. സൗദി തന്നെയാണ്. സൗദിയിലുള്ള ഈ സൽപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രം പോലെ മനസ്സിനും ആ താല്പര്യവും ആ ഒരു ഡെപ്തും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പണം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സുകൂടെ ഉണ്ടെങ്കിൽ ഒരു നന്മ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ആ കാര്യത്തിൽ വർഗീസ് സാർ കുറച്ചും കൂടെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. വീടില്ലാത്തവർക്ക് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാം. 2009 എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞ സമയത്ത് അപ്പോൾ എൻ്റെ കസിൻസ് ആവശ്യപ്പെട്ടു ഒരു കബറിടം ഉണ്ടാക്കണം. അപ്പോൾ പള്ളിയിൽ പറഞ്ഞു, ഒക്കെ നിങ്ങൾ പള്ളിയിൽ ചോദിക്കാം. അപ്പോൾ ഞാനന്ന് ഇവിടെയാണ്, അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയാണ്, ഞാൻ പോയിട്ടില്ല. ഇവിടെ കബറിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് 5 ലക്ഷം രൂപ ആണെന്ന്. അപ്പോൾ പള്ളിയിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 5 ലക്ഷം രൂപയ്ക്ക് കബറിടം പണിയുണ്ട്, ആരുടെ കൊണ്ട് എന്തായാലും ഉണ്ടല്ലോ, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെ 40-ഉം അതിനുശേഷം ആ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ആണ്ടിനോടനുബന്ധിച്ച് എനിക്കൊരു തീരുമാനം എടുത്തി. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത്, അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ കബറിടം ഉണ്ടാക്കിയാണ്. വേണ്ട, എൻ്റെ കൂടെ പഠിച്ച ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരു ഫാദർ ജേക്കബ് കാക്കോളി, അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ പഠിച്ച അങ്ങനെ സഹപാഠിയായിരുന്നു 10ാം ക്ലാസ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ ഈ ഏരിയയിൽ, അതായത് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ വസ്തുവുണ്ട്, പക്ഷെ വീടില്ല, വീട് വെക്കാൻ പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാം. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വീൽ ചെയറിൽ നടക്കുന്ന ഒരാൾ, അയാളെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അങ്ങനത്തെ വസ്തുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു വീടില്ല. അങ്ങനെ ഞങ്ങളൊരു വീട് വെച്ച്, പുള്ളിക്കാരനാണ് അതിൻ്റെ
കാര്യങ്ങളെല്ലാം നോക്കി നടത്തില്ല. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അദ്ദേഹത്തിന് 15ഓളം 15 കൂടുതലായി വീടുകൾ. ഇവ ചെറുമലച്ചൻ്റെ ഒപ്പമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിലും. അപ്പോൾ അതുകൊണ്ട് ഓരോ വർഷം പറ്റുകയാണെങ്കിൽ ഒരു വീട് എന്നുള്ള കാഴ്ചപ്പാടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ അയച്ചിട്ട് വൈഫ് ഒരു വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. വൈഫ് പുള്ളിക്കാരത്തി തന്നെ ഒരു വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി പറഞ്ഞ് എൻ്റെ മാതൃകാ പുരുഷൻ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിനാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ അതെനിക്കൊരു വലിയൊരു അപ്രീഷിയേഷനാണ്. ഈവൻ ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് സാറ് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ ഞാൻ അയച്ചിട്ടുണ്ടെന്ന്. അതെനിക്ക് ഇങ്ങനെ എന്തോ എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ഞാൻ ഇച്ചിരി പൈസ അപ്പോൾ പുള്ളി പറഞ്ഞു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാർ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും എനിക്കറിയില്ല, നാളത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് നമ്മളെ തോന്നിക്കുന്നു അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നു. ഞാൻ അന്നേരം ആദ്യം പറഞ്ഞു നിമിത്തം. നമ്മളെവിടെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ നിമിത്തം. ഇപ്പോൾ എവിടെ വന്നാലും ഇവിടെ വന്നിട്ടുണ്ട് സാർ, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഞങ്ങളുടെ കമ്പനി ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഞങ്ങൾ കുറേ സംസാരിച്ച് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു ചെറിയൊരു ഫണ്ട് പുള്ളിക്കാരന് കൊടുക്കുക. നന്മകളുള്ളൊരു വ്യക്തിത്വം കൂടി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റിപരമായി ചെയ്യാനും സാധിക്കും. മുന്നോട്ടുള്ള പ്രയാണം ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വ്യക്തിപരമായും എല്ലാവിധ ആശംസകളും. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കീപ് ഫ്ലൈയിങ്. ഷുവർ. ഓക്കെ. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മൾ ഇന്ന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോരോ ഏറ്റ കുറച്ചിലുകളും അതിൻ്റെ വിജയങ്ങളും ഒക്കെ അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഗംഭീരമാവട്ടെ. വർഗീസ് പി.സിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഗസ്റ്റുമായി കാണുന്നതുവരെ സി യു. മസലാമ.